നമസ്കാരം. കാൽ നൂറ്റാണ്ടിലേറെ കൊല്ലത്ത് പത്രപ്രവർത്തന രംഗത്തുള്ള ചന്ദ്രിക കൊല്ലം ബ്യൂറോ ചീഫ് AKM ഹുസൈനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമ്മൾ നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആനുകാലിക രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം ലീഗ് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. എന്താണ് ലീഗ് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്? കേരളത്തിലെ രാഷ്ട്രീയ രംഗം പറയുമ്പോൾ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിയല്ല ഇവിടുത്തെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ കാണുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലീഗ്. രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് ലീഗിനുള്ളത്. ആ തരത്തിൽ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ മലയാളികൾ ഒന്നടങ്കം വീക്ഷിക്കുന്നതാണ്. ഓക്കെ. ലീഗിൻ്റെ ഉത്ഭവവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാജ്യത്ത് സ്ഥാപിതമായത് 1948 മദ്രാസിലെ രാജാജി ഹാളിലാണ്. അന്നേരം അതിനുശേഷമുള്ള ഈ കാലഘട്ടം വരെയുള്ള 2026 വരെയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം ജനങ്ങളുടെ മുന്നിൽ തുറന്ന പുസ്തകമാണ്. എന്നും ജനാധിപത്യപരമായി സംഘടിച്ച് ബാലറ്റിൻ്റെ ശക്തിയിൽ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തണം എന്ന കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് മുസ്ലിം ലീഗിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെയും എന്നും നിർത്തി, അതോടൊപ്പം തന്നെ വേർതിരിക്കാതെ ഒന്നിച്ചു നിർത്തി കാണുവാനും ചർച്ച ചെയ്യപ്പെടുവാനും വിലയിരുത്തുവാനും കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാലത്തും ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട് എന്ന് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ശരി. അങ്ങനെ നമുക്ക് ഈ കൊല്ലത്ത്, അതായത് ലീഗിന്റെ രാഷ്ട്രീയം കൊല്ലം ജില്ലയിൽ എത്രമാത്രം പ്രസക്തമാണ്? കൊല്ലത്ത് നമുക്കറിയാം, കൊല്ലത്ത് ലീഗിൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ട ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മണ്ണാണ്. ലീഗിൻ്റെ വലിയ പ്രഗത്ഭന്മാരായ നേതാക്കന്മാരാണ് കൊല്ലത്ത് ഇതിനകം മുസ്ലിം ലീഗിനെ നയിച്ച് കഴിഞ്ഞു പോയിട്ടുള്ളത്. നമുക്കറിയാം, പിന്നെ മുൻ MLA ആയിരുന്ന, കശുവണ്ടി വ്യവസായി ആയിരുന്ന, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊല്ലത്ത് സ്ഥാപിച്ച യൂനുസ് കുഞ്ഞ് സാഹിബ്, അദ്ദേഹം വളരെ ദീർഘകാലം കൊല്ലത്ത് മുസ്ലിം ലീഗിന് നേതൃത്വം നൽകി. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന് കൊല്ലത്തുനിന്ന് മന്ത്രി ഉണ്ടായിട്ടുണ്ട്. 91 ഇരവിപുരത്ത് വിജയിച്ചത് PKK ബാവ, മുസ്ലിം ലീഗിന്റെ കാൻഡിഡേറ്റ്. അദ്ദേഹം വന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി. എന്ന് മാത്രമല്ല 5 വർഷക്കാലം വളരെ ശ്രദ്ധേയമായ നിലയിൽ ഭരണ മികവ് തെളിയിച്ച ഒരു മന്ത്രി കൂടിയായിരുന്നു. അന്നേരം ആ തരത്തിലെല്ലാം അതോടൊപ്പം തന്നെ കൊല്ലത്ത് പിന്നെ തൊഴിലാളികളുടെ മേഖലയിൽ, വിദ്യാഭ്യാസ രംഗത്ത്, മറ്റ് ജനകീയ വിഷയങ്ങളിലെല്ലാം മറ്റേത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇടപെടുന്നത് പോലെ തന്നെ മുസ്ലിം ലീഗിനും അതിൻ്റെ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഈ ലീഗിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു. ഇത്രയധികം പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു? അത് വളരെ 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 മികച്ച ഒരു ചോദ്യം. കാര്യം കേരളത്തില് എല്ലാവരും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്കും അത് തോന്നുന്നത്. കാര്യം സുദീർഘമായ ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെ ട്രാക്ക് തന്നെ മുസ്ലിം ലീഗിനുണ്ട്. നമ്മുടെ അഭിവന്ദനായിരുന്ന, ദീർഘകാലം മുസ്ലിം ലീഗിന് നേതൃത്വം നൽകിയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ആവിഷ്കരിച്ച ഒരു പദ്ധതിയായിരുന്നു ബൈത്ത് റഹ്മ. ബൈത്ത് റഹ്മ എന്ന അറബി വാക്കിന് കാരുണ്യ ഭവനം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാൻ കഴിയും. അന്നേരം വിപുലമായ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. പക്ഷേ അത് വളരെ വലിയ വിജയമായിരുന്നു. ഇന്ന് സംസ്ഥാന ലീഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അന്ന് മലപ്പുറം ജില്ലാ ലീഗിന്റെ അധ്യക്ഷൻ. സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ വലിയ പദ്ധതി പ്രാവർത്തികമായത്. ആയിരക്കണക്കിന് വീടുകൾ മലപ്പുറം ജില്ലയിലും മലപ്പുറം ജില്ലയ്ക്ക് പുറത്തും കേരളത്തിലാകമാനം കേരളത്തിന് പുറത്തും അർഹരായ നിർധനരായവർക്ക് നിർമ്മിച്ചു നൽകാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പം വയനാട് മുസ്ലിം ലീഗിൻ്റെ
ബൃഹത്തായ ഭവന പദ്ധതി അവിടെ ദുരന്തത്തിൽ പെട്ടവർക്ക് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഫെബ്രുവരി മാസം അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടെന്ന് നമുക്കറിയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയുന്നതാണ് KMCC. വിദേശ രാജ്യങ്ങളിൽ വളരെ വിപുലമായ പ്രവർത്തനം നടത്തുന്ന, ഉദാഹരണമായി പറഞ്ഞാൽ മലയാളികൾക്കിടയിലുള്ള ഏറ്റവും വലിയ ഒരു പ്രവാസി സംഘടനയാണ് KMCC, കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ. KMCCയുടെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികളാണ് നമ്മുടെ കൊല്ലം ജില്ലയിലടക്കം ലക്ഷക്കണക്കിന് രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ വർഷവും പലതും അവർ പബ്ലിസിറ്റി പോലും ആഗ്രഹിക്കാതെയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ആ മേഖലകളിലെല്ലാം അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇനിയിപ്പം മുസ്ലിങ്ങൾ ഏറ്റവും വലിയ പവിത്രമായി കാണുന്ന റംസാൻ മാസത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായി. ഈ റംസാനിൽ രാജ്യവ്യാപകമായി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്, റിലീഫ് പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അന്നേരം മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രവർത്തനത്തിനോടൊപ്പം കേവലം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അല്ലെങ്കിൽ അധികാര രാഷ്ട്രീയം അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിലുപരിയായി കാരുണ്യ പ്രവർത്തനം നടത്തുന്നു എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ശരി. അതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ വിജയം എങ്ങനെയാണ് കാണുന്നത്? വളരെ അഭൂതപൂർവമായ ഒരു വിജയമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് കൊല്ലത്തുണ്ടായത്. UDFന് പൊതുവെ വലിയ വിജയമുണ്ടായി. അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന തരത്തിൽ മുസ്ലിം ലീഗിന് വിജയമുണ്ടായി. അത് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും ആരെയും മാറ്റി നിർത്താതെ, ആരെയും കോർണർ ചെയ്യാതെ എല്ലാ വിഭാഗം ജനങ്ങളും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തു. UDFന്റെ ഭാഗമായി മുസ്ലിം ലീഗിനെ ചേർത്ത് നിർത്തി. അപ്പോൾ വലിയ വിജയമുണ്ടായി. മുസ്ലിം സ്ഥാനാർത്ഥികൾ മാത്രമായിരുന്നില്ല ഈ ജില്ലയിൽ ഗ്രാമപഞ്ചായത്തിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നഗരസഭകളിലേക്കും ഒക്കെ ഇതര മതങ്ങളിലുള്ള എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളായി മത്സരങ്ങൾക്കുണ്ടായിരുന്നു. വളരെ വലിയ വിജയം കൊല്ലത്ത് മുസ്ലിം ലീഗിന് നേടാൻ കഴിഞ്ഞു. ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പുകളിലും അത്തരം വിജയങ്ങൾ ഉണ്ടാകുമെന്നാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ നമ്മളോട് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് വരുന്ന ആ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് ലീഗിന് സ്ഥാനാർത്ഥി ഉണ്ടാകുമോ? അത് വളരെ ഗൗരവമായൊരു ചോദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം മുസ്ലിം ലീഗിന് കൊല്ലത്ത് വളരെ സുശക്തമായ ഒരു കമ്മിറ്റി, അതിന്റെ പ്രസിഡന്റ് അറിയാലോ, നൗഷാദ് യൂനിസ് പ്രസിഡന്റ്, അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം ജനറൽ സെക്രട്ടറി, അങ്ങനെ വളരെ സുശക്തമായ ഒരു കമ്മിറ്റിയാണ് കൊല്ലത്തുള്ളത്. അന്നേരം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വവും ഒക്കെ അതേ ഗൗരവത്തിൽ തന്നെ കൊല്ലത്തെ പ്രവർത്തനങ്ങൾ കാണുന്നതാണ് നമുക്കും കാണാൻ കഴിയുന്നത്. ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിൽ കൊല്ലത്തെ പ്രവർത്തനങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ നേതൃത്വം വലിയ മതിപ്പ് നൽകുന്നു, വലിയ വില നൽകുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അന്നേരം കൊല്ലത്ത് എന്തായാലും മുസ്ലിം ലീഗിന് നിലവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മത്സരിച്ചിട്ടുണ്ട്. പുനലൂർ സീറ്റ്, അതിനു മുമ്പ് പുനലൂർ സീറ്റ് മത്സരിച്ചിട്ടുണ്ട്, അതിനു മുമ്പ് ഇരവിപുരത്ത് മത്സരിച്ചിട്ടുണ്ട്. അന്നേരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ പ്രാതിനിധ്യം കൊല്ലം ജില്ലയിൽ ഉണ്ടാകും. പക്ഷെ അത് അന്തിമ തീരുമാനം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം, അത് UDFൽ ഉചിതമായ തീരുമാനം കൈകൊണ്ട് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ UDF പ്രവർത്തകർ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ നമ്മളോടൊക്കെ പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും കൊല്ലത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് വളരെ ആവേശമുണ്ടാക്കുന്ന സ്ഥാനാർത്ഥിത്വം, നിയമസഭാ സീറ്റ് വിജയം ഒക്കെ ഉണ്ടാകുമെന്നാണ് പ്രവർത്തകർ നമ്മളോട് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ പറയുമ്പോൾ പോലും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നമ്മളൊന്ന് വിലയിരുത്തി കാണുന്നത്, ഈ ലീഗുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോഴാണ്? വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇപ്പം നിലവില് UDF LDF എന്ന സാഹചര്യത്തിലാണല്ലോ കൊല്ലത്തെ രാഷ്ട്രീയം നിലനിൽക്കുന്നത്. 2 സീറ്റ് മാത്രമേ UDF ഉള്ളൂ, കരുനാഗപ്പള്ളിയിലും കുണ്ട്രയിലുമാണ്. അതിനേക്കാൾ വലിയൊരു മികച്ച വിജയത്തിലേക്ക് UDF പോകുമെന്നാണ് പൊതുവെ നമുക്ക് ഒരു വിലയിരുത്തൽ കാണുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ലീഗിനും വലിയ വിജയം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി. അപ്പം നമ്മളിന്നിപ്പോൾ ലീഗിന്റെ കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തതും. ശരിക്കും ലീഗിന് പുതിയ ഒരു മാറ്റങ്ങൾ ഇനി വരുന്ന പല ഈ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
ഇതേപോലെ നമുക്ക് വീണ്ടും അടുത്ത ഒരു വിഷയമായിട്ട് അടുത്ത വിഷയത്തിലേക്ക് അടുത്ത നമ്മുടെ പരിപാടിയിലേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം.